ഇന്ന് നമുക്കേ ഒരു വെറൈറ്റി ആയിട്ട് കുക്കിംഗ് വീഡിയോ ആയാലോ. ഒരു പ്രത്യേക തരം കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ആദ്യമേ തന്നെ ചട്ടി ചൂടാകാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കണം. അത് കഴിഞ്ഞ് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകും കുറച്ച് ഉലുവായും കൂടി ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഒരു 4 അല്ലി വെളുത്തുള്ളി അതും കൂടി ഇട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ, ഇനിയും ഇതേപോലെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാം. അപ്പം അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പം ഞാനിപ്പോൾ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. സവാള അരിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റണം. ഇത് വഴയുന്ന ആ ടൈമിൽ നമ്മൾ പിഴിപുളിയില്ലേ, പിഴിപുളി കുറച്ച് വെള്ളത്തിയിട്ട് പിഴിഞ്ഞ് വെക്കണം. പിഴിഞ്ഞിട്ട് അരിക്കണം കേട്ടോ. പിന്നെ നമ്മളൊരു സവാള പരുവമാകുമ്പോൾ നമുക്ക് മസാല ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, എന്നിട്ട് ഇതൊക്കെ ഇട്ട് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിലിടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് നമ്മൾ നേരത്തെ പുളിവെള്ളം ഇതാക്കിയില്ലേ, ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതും കൂടെ ഒന്ന് ഇതാക്കണം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കാൻ കാര്യം നമുക്ക് കുറച്ച് നല്ലപോലെ വറ്റണം. അപ്പം സവാള ഒന്നും കൂടെ നല്ലപോലെ വെന്ത് കിട്ടും, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പരുവത്തിന് കിട്ടും. പിന്നെ നമ്മൾ ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് മൂടി വെക്കുന്നതിന് മുന്നേ 2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൂടി വെക്കണം. ഒരു ഹൈ ഫ്ലെയിമിലും അല്ല മീഡിയം ഫ്ലെയിമിലും അല്ലാത്ത രീതിയിൽ വെക്കണം. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പം അത്ര ആയിട്ടില്ല, നമ്മുടെ ഈ പരുവമല്ല, കുറച്ചുകൂടെ ഇതാക്കണം. നമുക്ക് ചാറും വേണം ഇതും വേണം. ഇത് ഈ കറക്റ്റ് പരുവാകുമ്പം ഒന്ന് നിർത്തിയേക്കണം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ചാറ് കുറയ്ക്കാം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.